ബിഗ് ബോസ് സീസൺ 6 ആദ്യ ദിനം പിന്നിടുമ്പോൾ മുന്നോട്ടുള്ള ബിഗ് ബോസ് യാത്രയിൽ നമ്മൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയർപ്പിക്കാൻ പറ്റിയ 4 കണ്ടസ്റ്റൻസ് ആണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് രതീഷ്. സംഭവം ആള് കുറച്ച് വെറുപ്പിക്കലാണെങ്കിലും ആദ്യ ദിനം പിന്നിടുമ്പോൾ അത്യാവശ്യം എല്ലാ കണ്ടസ്റ്റൻസിനെയും കയറി ചൊറിഞ്ഞ് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ ആണെങ്കിലും ആദ്യ ദിനത്തിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ രതീഷിന് സാധിച്ചു. ഇനി പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ മികച്ച ഗെയിം പ്ലാൻ ചെയ്തെത്തിയ സിജോയും റോക്കിയുമാണ്. സിജോയുടെ കാര്യമാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. അതുപോലെ കൃത്യമായി തന്റെ സ്പേസ് ബിഗ് ബോസ് ഹൗസിൽ കണ്ടെത്തുന്നുമുണ്ട്. ഇനി അസി റോക്കി ആണെങ്കിലും മുൻനിരയിൽ തന്നെ വന്ന് സംസാരിക്കാനും ടാസ്കുകളിൽ മികച്ച പ്രകടനം കാട്ടാനുമുള്ള ആവേശം കാണിക്കുന്നുണ്ട്. അടുത്തത് വേറെ ആരുമല്ല, ജാസ്മിനാണ്. വളരെ ബോൾഡായി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുമുണ്ട്. അതുപോലെ ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ സിജോയുടെയും റോക്കിയുടെയും പ്ലാൻ കണ്ടെത്തി തകർത്തതും ജാസ്മിനാണ്. ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിന് തന്നെ കാരണക്കാരിയാണ് ജാസ്മിൻ. ആ ഒരു ഒറ്റ നീക്കത്തിൽ സ്ക്രീനിൽ പോലും വരാതെയിരുന്ന അർജുൻ ശ്യാമിന് ക്യാപ്റ്റൻ ആകാൻ സാധിച്ചു. സോ ഈ 4 പേരാണ് ആദ്യ ദിനത്തിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ മികവ് പുലർത്തിയത്. ബാക്കി ആരും മോശമാണെന്നല്ല, നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞവരുടെ പേര് പറഞ്ഞത്. ഇനിയൊരു ഹോപ്പുള്ള കണ്ടസ്റ്റന്റ് ആണ് അർജുൻ ശ്യാം. ശരിക്കും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയേനെ. ബട്ട് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ താൻ ഇൻഡിവിജ്വലി കളിക്കുമെന്നൊരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ട് അവസാനം ശ്രീലേഖ കൊടുത്ത ബോളുകൾ സ്വീകരിച്ച് ക്യാപ്റ്റൻ ആയതിൽ ചെറുതായി നിലപാടുകളിൽ ഉറപ്പില്ലാത്തതുപോലെ തോന്നി. അതുകൊണ്ട് മാത്രം നിലവിൽ അർജുനെ ഒന്ന് മാറ്റി നിർത്തുന്നു. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.